ഇനി അടുത്ത വഴിപാടെന്താ? അതിന് ഇത് തീർന്നില്ലല്ലോ. തീർന്നു തിരുമേനി? ഇല്ല, ഒരു കുടം ധാരയല്ലേ ആയുള്ളൂ. 108 കുടം വെള്ളം കൊണ്ടുവന്ന് ധാര ചെയ്യണ്ടേ? ഭൈരവന് നന്നായി മനസ്സിൽ ധ്യാനിച്ചോളൂ. ഇത് ദണ്ഡശുദ്ധി ക്രിയയാണ്. ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളെ ഭൈരവൻ അടിച്ചോടിക്കുന്നു എന്ന സങ്കല്പത്തിന്റെ പ്രതീകമായി ചെയ്യുന്നതാണ്. ദോഷങ്ങളെല്ലാം ഒഴിയുമല്ലോ അല്ലേ? വിശ്വാസത്തോടെയും ആത്മാർത്ഥമായും പരിഹാരങ്ങൾ ചെയ്താൽ എല്ലാത്തിനും തീർച്ചയായും ഫലമുണ്ടാവും. കൈ നീട്ടിക്കൊള്ളൂ. നീട്ടിക്കൊള്ളൂ. ഭൈരവനെ മനസ്സിൽ ധ്യാനിച്ചാൽ മതി. വേദന ഒട്ടും അറിയില്ല. ഇനി ജീവിതത്തിൽ നീ ഏറ്റുവാങ്ങാൻ പോകുന്ന ഓരോ വേദനയും 10 മടങ്ങായിട്ട് നിനക്ക് തോന്നണം. ഞങ്ങളുടെ കുടുംബത്തോട് നീ ചെയ്ത ദ്രോഹങ്ങൾക്ക് ഈ ജന്മം പരിഹാരമില്ല. ദണ്ഡനം അതോടെ കഴിയും. ഭൈരവമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ചൊള്ളുക. ഇനി ഭൈരവമൂർത്തിക്ക് ധാര. വാങ്ങിക്കൊള്ളൂ. താഴത്തെ കുളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് സ്വയം ധാര നടത്താം. ഭാഗ്യം. ഇതേതായാലും എളുപ്പം കഴിയും. വാ, ഞാനും വരാം. നടക്കാം.
ഇനി അടുത്ത വഴിപാടെന്താ? അതിന് ഇത് തീർന്നില്ലല്ലോ. തീർന്നു തിരുമേനി? ഇല്ല, ഒരു കുടം ധാരയല്ലേ ആയുള്ളൂ. 108 കുടം വെള്ളം കൊണ്ടുവന്ന് ധാര ചെയ്യണ്ടേ?